go. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit and the coffee ain't hit yet, damn ain't that great. I don't wanna go to work cause my boss is a jerk and I'm not even that great. I need a change in my life cause I don't feel alive and there's nothing that makes me happy. Hold my beer for a minute, I'm about to quit my job, cash in for a ticket. I'm going on a trip and I don't plan to visit. I'm gonna stay there till I feel like I'm winning all. And this is just the beginning. I made a big change, help me feel like living. I need a big swing, who knows I'm hitting. I never look back till I get it all. We all want things. ഹലോ ഹായ് നമസ്കാരം. ടിക്ടോക്കേഴ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇച്ചിരി ഡിലേ വന്നിരുന്നു. ഈ ഓണത്തിൻ്റെ ഒരു ചെറിയ ബിസിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാൻ വൈകിയത്. സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒഡീസിൻ്റെ ഷോറൂമിലാണ്. എടപ്പള്ളി പാലാരോട്ടം ബൈപ്പാസിലെ മെഡിക്കൽ സെൻറ്റർ, നമ്മുടെ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് മാക്സിൻ്റെ പുതിയ ഷോറൂം ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒഡീസിയുടെ ഈ ഷോറൂം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇവരുടെ ഒരു അടിപൊളി വണ്ടി പരിചയപ്പെടാനായിട്ടാണ്. ഒരു ബൈക്ക് കുറേ പേർക്ക് പ്രിയം ഉണ്ടാവും, EV ബൈക്ക് യൂസ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടാവും. ബൈക്ക് യൂസേഴ്സിന് ചിലപ്പോൾ അവർക്ക് ഇനി വിത്തൗട്ട് ഗിയറിലൊക്കെ ചേഞ്ച് ചെയ്യാനൊന്നും താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾക്കായിട്ടാണ് ഒഡീസിയുടെ വേഡർ എന്നുള്ള ഒരു ബൈക്ക് സെഗ്മെൻ്റാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. നമ്മൾ ഓൾറെഡി ഒഡീസിയുടെ ഇവോക്ക് എന്നുള്ള ഒരു ബൈക്ക് പരിചയപ്പെടുത്തിയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. സോ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്ക്. നിങ്ങൾക്ക് ആ ഒരു മോഡൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇതൊരു ഫുള്ളി നേക്കഡ് മോഡലുള്ള ഒരു ബൈക്കാണ്. നമ്മൾ ഇതിന് മുന്നേ പരിചയപ്പെട്ട ഇവോക്ക് എന്നുള്ളത് എന്താ പറയുക, ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു R15 അതിനേക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ളതാണ്. ഇതൊരു പൾസർ, ആ ഒരു മോഡലിന് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. വേഡർ എന്നാണ് ആ ഒരു മോഡലിൻ്റെ പേര്. സോ നമുക്ക് ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസും ഇവിടുത്തെ ഷോറൂം എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് തന്നെ പരിചയപ്പെടാം. കൂടാതെ നമുക്കൊരു റൈഡ് റിവ്യൂ കൂടി കൊടുക്കാവുന്നതാണ്. വണ്ടിയുടെ പിക്കപ്പും കാര്യങ്ങളെല്ലാം. അതിന് മുന്നായിട്ട് നമുക്ക് സ്പെക്കും കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ട് ഷോറൂമിൻ്റെ എക്സിക്യൂട്ടീവ് ഉണ്ട്. സോ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. സോ ഇവനാണ് ഇന്നത്തെ വീഡിയോയിലെ താരം. ഒഡീസിയുടെ വേഡർ എന്നുള്ള മോഡലാണ്. ഹെവി ലുക്കുമാണ്, അത്യാവശ്യം നല്ല രീതിക്ക് എല്ലാം പക്കയായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. സോ നമുക്ക് ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് പറയാനായിട്ട് സുജിത്തിനെ നമുക്ക് ഈ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യാം. ഹായ്. സോ ഇനി നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നത് ഷോറൂം ഇൻചാർജ് ആയിട്ടുള്ള സുജിത്താണ്. സുജിത്ത്, നമുക്ക് വണ്ടിയെ ഡീറ്റെയിൽസ് പറഞ്ഞേക്കിട്ട് മുന്നേ ഒഡീസിനെ കുറിച്ച് പറയാം. ഒഡീസി നമുക്ക് ലോഞ്ച് ആയത് 2018 നോർത്ത് ഇന്ത്യയിലാണ് കൂടുതൽ ഔട്ട്ലെറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. നമ്മുടെ കേരളത്തിൽ ഫസ്റ്റത്തെ ഓതറൈസ്ഡ് ഡീലർഷിപ്പാണ് അബാൻ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. അത് ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 1.5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം ചെയ്തിട്ട്, ഒഡീസി ഒരു ഇന്ത്യൻ ബ്രാൻഡാണോ അല്ലെങ്കിൽ ബ്രാൻഡാണ്? നമ്മുടെ മാരുതി സുസുക്കിയിലേക്ക് ഒരു ലോവാറ്റോ എന്ന് പറയുന്ന ഒരു CNG ഉണ്ടായിരുന്നു. ആ ഒരു കമ്പനിയുടെ ഒരു ബ്രാൻഡായിട്ട് വരും. ബ്രാൻഡായിട്ട് വന്നു ബ്രാൻഡാണ് ഒരു ഒഡീസി എന്ന് പറയുന്നത്. ശരി. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇന്ത്യൻ ബ്രാൻഡ് തന്നെയാണ്. ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ചൈന മെയ്ഡാണ് അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു വണ്ടിയാണെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇന്ത്യൻ മെയ്ഡ് തന്നെയാണ്, മെയ്ഡ് ബൈ ഇന്ത്യയാണ്. സോ നമുക്ക് ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഫ്രണ്ട് തുടങ്ങി ബാക്ക് വരെ നമുക്ക് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. വണ്ടിയുടെ ടയർ, ഇഞ്ചും കാര്യങ്ങളെല്ലാം വരുന്നത് 90-17 ഇഞ്ച് സെയിം പൾസറിൽ വരുന്ന അതേ സെയിം. എനിക്കും അത് കണ്ടപ്പോൾ ഒരു പൾസറിൻ്റെ ഒരു ലുക്ക് ഫീൽ ചെയ്ത് ആ ഒരു ഇൻസ്പിറേഷനിലാണ് ഈ വണ്ടി വന്നിരിക്കുന്നത് അല്ലേ. ഒരു 150cc ബൈക്കിൻ്റെ ഒക്കെ ഒരു മോഡലാണ്. അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും ഇരുന്ന് റൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ വണ്ടി എത്ര ട്രസ്റ്റ് ചെയ്തിട്ടാണ് ആളുകൾ എടുത്തേക്കുന്നത്, ആ ഒരു ഫീലിൽ തന്നെയാണ് ഈ വണ്ടിയും വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് ഒരു EVയുടെ ഒരു ബെനിഫിറ്റും കൂടി കിട്ടിയാൽ നമുക്കതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. സോ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ടയർ സൈസ് വരുന്നത് 90-17 ട്യൂബ്ലെസ് ടയേഴ്സാണ് നമുക്ക് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ റിയറിലും നമുക്ക് ഡിസ്ക് ബ്രേക്കാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്ന കമ്പനി. ടെലിസ്കോപ്പിക് തന്നെയാണ് സസ്പെൻഷൻ വരുന്നത്. സോ ഹെഡ്ലൈറ്റിൻ്റെ ആ സെക്ഷൻ ഒന്ന് പറയാമോ? ഹെഡ്ലൈറ്റ് നമുക്ക് LED ലൈറ്റ്സ് നമുക്ക് വരുന്നത്. നമുക്ക് പാർക്കിങ്ങിൽ നമുക്ക് ഈ ഒരു DR പോലെ നമുക്കത് ഈ റൗണ്ട് ഫിഗറിൽ മാത്രം നമുക്ക് തെളിഞ്ഞിരിക്കും. പിന്നെ നമുക്ക് നോർമലായിട്ട് LED ലൈറ്റ്സ് എല്ലാം വരുന്നത് നമുക്ക് വരുന്നത്. ഈ ഇൻഡിക്കേറ്ററും LED ആണോ അതല്ലെങ്കിൽ ഹാലജൻ ബൾബ് തന്നെയാണല്ലേ? ഒരു റൗണ്ടഡ് ആയിട്ടുള്ള ഹെഡ് ലാമ്പാണ് വന്ന് കൊടുത്തേക്കുന്നത്. വൈസറും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ. ഹാൻഡിൽ ബാർ സെക്ഷനിലേക്ക് വരാം. ഡബിൾ ഹാൻഡിലാണ് വരുന്നത്. പൾസറിൽ നമുക്ക് ഉണ്ടായിരുന്ന പോലെ തന്നെ ഏകദേശം ഡബിൾ ഹാൻഡിലാണ് വരുന്നത്. പിന്നെ നമുക്ക് അത് കൂടാതെ തന്നെ നമുക്ക് കോംബി ബ്രേക്കിംഗ് വരുന്നുണ്ട്. കോംബി ബ്രേക്കിംഗ് ആകുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നമ്മൾ അതുപോലെ തന്നെ ഡിസ്ക് ഓൾറെഡി അപ്ലൈ ആവും. ഒരു 40% നമുക്ക് ഫ്രണ്ടിലും ബാക്കിൽ നമുക്കൊരു 60% നമുക്ക് ബ്രേക്കിംഗ് ഡിസ്പ്ലേ അപ്ലൈ ആവും അല്ലേ. അതുകൂടാതെ TFT ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കുന്നത് അല്ലേ. ഒന്ന് വേഗം അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് ഡിസ്പ്ലേയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ട്രിപ്പ് മീറ്റർ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ബാറ്ററി ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്, പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എത്ര ഡിസ്റ്റൻസ് പോകാനുണ്ട്, 28 കിലോമീറ്റർ. ഇപ്പോൾ ഓരോ മോഡലും നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് 5 മോഡ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇക്കോ മോഡിലാണ് നമുക്ക് കൂടുതൽ കമ്പനി പറയുന്ന മൈലേജ് നമുക്ക് വരുന്നത്. അതുപോലെ നോർമൽ മോഡ്, സ്പോർട്സ് മോഡ്.
ഓക്കെ, അങ്ങനെ 5 മോഡാണ് ഇത് വന്നത്. വിസിബിൾ ആയിട്ടുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. നമുക്ക് അതിൽ ടെമ്പറേച്ചറിന്റെ ഇതൊക്കെ അറിയാൻ പറ്റും. ഓഡോമീറ്റർ ഉണ്ട്, ട്രിപ്പ് മീറ്റർ ഉണ്ട്, സ്പീഡോമീറ്റർ ഉണ്ട്, കൂടാതെ മൈലേജ് എത്രയുണ്ട്, പെർസെൻറ്റേജ് എത്രയുണ്ട്, ഏതൊക്കെ മോഡിലാണ് വർക്ക് ചെയ്യുന്നത്, ടൈം, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. കൂടാതെ കുറച്ച് സെറ്റിംഗ്സും കാര്യങ്ങളുണ്ട്. വൈഫൈ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, വൈഫൈ, പിന്നെ കോൾസ് നോട്ടിഫിക്കേഷൻ ഉണ്ടാവും, നാവിഗേഷൻ, പിന്നെ മ്യൂസിക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അപ്പോൾ അത്യാവശ്യം എല്ലാം ലോഡഡാണ്. സ്വിച്ച് എന്തൊക്കെയാണ് ഈ ഹാൻഡിൽ ബാറിൽ വന്നേക്കുന്നത്? സാധാരണ പോലെ തന്നെ പാസിന്റെ സ്വിച്ച്, ഡിമ്മ്, ബ്രൈറ്റ്, ഇൻഡിക്കേഷൻ. പിന്നെ നമുക്ക് ഈ മോഡുകൾ, അതായത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ സ്പോർട്സ് മോഡിൽ ഓരോ മോഡനുസരിച്ച് നമുക്ക് മൈലേജിൽ വ്യത്യാസം ഉണ്ടാവും. സിറ്റി ഡ്രൈവ്, ലോങ് ഡ്രൈവ്, പാർക്കിംഗ്, റിവേഴ്സ്, ഈ 5 മോഡ്സ് ആണ് നമുക്കിപ്പോൾ വരുന്നത്. ഹാൻഡിൽ ബാറിൽ ആ സൈഡിൽ തന്നെ ആയിട്ടാണ് ഈ മോഡ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ളത്, അല്ലാതെ അതിന് സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്വിച്ച് അല്ല പ്രൊവൈഡ് ചെയ്തത്. അല്ല. റൈറ്റ് സൈഡിലോട്ട് വന്നാൽ നമുക്ക് എഞ്ചിൻ ഗിൽ സ്വിച്ച് ഓഫ്, പാർക്ക് ലൈറ്റ്, ലൈറ്റ്സ്, പിന്നെ ഹോണിന്റെ സ്വിച്ച് ആണ് വരുന്നത്. ഇത് നമുക്കും ഹോണിന്റെ സ്വിച്ച് കൂടെ വരുന്നത്. ലെഫ്റ്റിലും റൈറ്റിലും ഹോൺ സ്വിച്ച് ആണ് കൊടുത്തേക്കുന്നത്. ഇതാണ് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. ഇപ്പോഴത്തെ ഗിയർ സിസ്റ്റം ഉള്ള സൈക്കിൾ ഓടിച്ചവർക്ക് അറിയാൻ പറ്റും, ആ ഒരു ഹാൻഡിൽ ബാറിൽ തന്നെ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാം, അതിന്റെ മോഡ് കൺട്രോൾ ചെയ്യാം. ഓരോ മോഡിലും എത്ര കിലോമീറ്റേഴ്സ് എന്ന് പറയാം. ഓരോ മോഡിന് ഇപ്പോൾ ലോങ് ഡ്രൈവിലാണ് നമുക്ക് 125 കിലോമീറ്റർ കാണിക്കുന്നത്. മാക്സിമം ടോപ്പ് കിട്ടുന്നത് 125 ആണ്. പിന്നെ അതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. 85 ഏകദേശം ഒരു 60-65 വരുള്ളൂ. സ്പോർട്സ് മോഡിൽ ടോപ്പ് സ്പീഡ് എത്ര എടുക്കാൻ പറ്റുന്നത്? 85 കിലോമീറ്റർ സ്പീഡാണ് വരുന്നത്. നമുക്ക് നോർമൽ മോഡിലാണെങ്കിൽ നമുക്കൊരു 70 മോഡൽ സ്പീഡൊക്കെ വരും. ടോപ്പിന്റെ അത്രയും വരെ നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ. ആ സ്പോർട്സ് മോഡിൽ നമുക്ക് മാക്സിമം ഒരു 85 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് ട്രാവൽ ചെയ്യാം. അതുകൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത്, നമ്മുടെ ആ ഒരു കിലോമീറ്ററിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ട്രാഫിക് റൂളൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും സ്പീഡ് എടുക്കാൻ സാധിക്കത്തില്ല. ടാങ്കിന്റെ ആ ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് 18 ലിറ്ററോളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ടാങ്കിന്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടാവും. ഓക്കെ, ഇതൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തേക്കണല്ലേ? ഒന്ന് കാണിക്കാമോ? ഓക്കെ. നമ്മുടെ ഫ്യൂൽ ടാങ്കിന്റെ ആ ഒരു സെയിം ഇത് തന്നെ നമുക്ക് അതിൽ സ്റ്റോറേജ് സ്പേസ് ആക്കി മാറ്റിയേക്കണല്ലേ? ഇത് എത്ര ലിറ്റർ? ഏകദേശം 18 ലിറ്ററോളം ഉണ്ടാവും. 18 ലിറ്ററോളം ഉണ്ട് അല്ലേ? അപ്പോൾ അത്യാവശ്യം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇതിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. 18 ലിറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഒലയുടെ സ്കൂട്ടറിലൊക്കെ 36 ലിറ്റർ, 18 ലിറ്റർ, അതിൻ്റെ നേരെ പകുതി. എന്നാലും അത്യാവശ്യം ഒരു ബൈക്കിന് ഇത്രയും കപ്പാസിറ്റി കിട്ടണമെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം ബൈക്കിലുള്ള ഒരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറേജ് സ്പേസ് ആണ് എല്ലാവരും പറയാറുള്ളത്. സ്റ്റോറേജ് സ്പേസ് ഉണ്ടാവാറില്ല, ഒന്നും കൊണ്ടുനടക്കാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ ഈ ഒഡീസി എന്നുള്ള ആ ഒരു ബ്രാൻഡ് അതെല്ലാം മാറ്റിയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റൊക്കെ അത്യാവശ്യം നല്ല കുഷനിങ് ഉള്ള സീറ്റ് തന്നെയാണ്. സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. പൾസറിലൊക്കെ പോലെ തന്നെ സ്പ്ലിറ്റ് സീറ്റ് ടൈപ്പ് മോഡലാണ് വരുന്നത്. ഗ്രിപ്പും കുഷനിങ്ങും ഉള്ള ടൈപ്പ് തന്നെയാണ്. ടൈലാകുമ്പോൾ ഇതാണ് വരുന്നത്, റിഫ്ലക്റ്റീവ് LED ആണല്ലേ? അത് LED ആണ് ലൈറ്റ്സ് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് മാത്രമാണ് ഹാലജൻ ബൾബ് വരുന്നത്. പിന്നെ നമുക്ക് അറിയേണ്ടത് ഇതിന്റെ ബാറ്ററിയും കൂടാതെ മോട്ടർ വന്നിരിക്കുന്നത് ഹബ് മോട്ടറാണ് വന്നിരിക്കുന്നത്. ഹബ് മോട്ടറിന്റെ ഫുൾ ഡീറ്റെയിൽസ് എന്ന് പറയാം. ഹബ് മോട്ടറാണ് ശരിക്കും വരുന്നത്. ഇതിന്റെ മോട്ടർ വരുന്നത് 3000 വാട്ട്സിന്റെ മോട്ടോർ പവറാണ് വരുന്നത്. പിന്നെ നമുക്ക് ടയർ സൈസ് നമുക്ക് ഏകദേശം ഒരു 140, 70, 17 ആണ് നമുക്ക് വരുന്നത്. ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ട്യൂബ്ലെസ് ടയേഴ്സ് ആണ്. ബാറ്ററി നമുക്ക് വരുന്നത് 50 AH ബാറ്ററിയാണ് വരുന്നത്, ലിഥിയം അയൺ. നമുക്ക് മാക്സിമം മൈലേജ് വരുന്നത് 125 ആണ്. ചാർജിങ് ടൈം വരുന്നത് ഒരു 4 hours ആണ് നമുക്ക് വരുന്നത്. ഫുൾ ചാർജ് വരുന്നത് 4 hours ഫുൾ ചാർജ് ആകും. 4 hours ആണ് വരുന്നത്. ഓക്കെ, ബാറ്ററി പാക്ക് വന്നിരിക്കുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ്, നമ്മുടെ എൻജിൻ സൈഡൊക്കെ കവർ ചെയ്യണത്. ഇതിപ്പോൾ ഒരു സ്റ്റിക്കറിങ് കസ്റ്റമറിൻ്റെ ഒരു റിവ്യൂ കണ്ടിട്ട് അവർ കൊടുത്തതാണ്. നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഈ ഒരു പോർഷൻ ശരിക്കും ഒരു ബ്ലാങ്ക് പോർഷനാണ്. ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, നമ്മുടേതായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. അതിനുള്ള സപ്പോർട്ടും നമുക്ക് ഒഡീസി തരുന്നതാണ്. അപ്പോൾ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് സ്പെക്കും കാര്യങ്ങളെല്ലാം സുജിത്ത്, ഷോറൂം ഇൻചാർജ് ആയിട്ടുള്ള സുജിത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടേതായ രീതിയിലുള്ള ഒരു വാക്ക് അറൗണ്ടാണ് ചെയ്യുന്നത്. വണ്ടി ഫസ്റ്റ് ലുക്കിൽ നമുക്ക് ശരിക്കും ഒരു പൾസർ 150 അല്ലെങ്കിൽ 180 എങ്ങനെ ഇരിക്കും, ഈ ഒരു ഹെഡ് ലാമ്പ് അല്ലെങ്കിൽ ഒരു ഈ ഫ്രണ്ടിലത്തെ ഒരു പോർഷൻ മാത്രം മാറ്റിയ, ഇവിടെ ഒരു റൗണ്ടഡ് ആയിട്ടുള്ള പോർഷനാണ്, ആ ഒരു പോർഷൻ മാറ്റിയ പക്ക ഒരു പൾസർ 180യുടെ ഇൻസ്പിറേഷൻ നമുക്ക് എല്ലായിടത്തും ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലോട്ട് വന്നാൽ ട്യൂബ്ലെസ് ടയറാണ്, അലോയ് വീല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഡിസ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്, ഇൻഡിക്കേറ്റേഴ്സ് ഹാലജൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ആണ്, റൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഹെഡ് ലാമ്പാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. LED ഹെഡ് ലാമ്പാണ്. DRLs റൗണ്ടഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കൂടാതെ ഒരു ചെറിയ വൈസറും കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ TFT ഡിസ്പ്ലേ ആണ്, കളർഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. നമുക്ക്
വേണ്ട എല്ലാ കാര്യങ്ങളും, അതായത് ബ്ലൂടൂത്ത്, വൈഫൈ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും, നാവിഗേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ലോഡറാണ്. ഫുള്ളി ലോഡറായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽ ബാർ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറാണ്. നമ്മൾ പൾസറിലൊക്കെ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ഈ നമുക്ക് കീ യൂസ് ചെയ്തും അതുകൂടാതെ റിമോട്ട് കീ വഴിയും നമുക്ക് ഈ വണ്ടി കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ടാങ്കിൻ്റെ പോർഷൻ വന്നിരിക്കുന്നത് ഈ ഒരു വണ്ടിക്ക് ലഗേജ് സ്പേസ് ആയിട്ടാണ്, സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 18 ലിറ്റർ നമ്മൾ കണ്ടതാണ്. 18 ലിറ്റർ സ്റ്റോറേജ് ആണ് ഈ ഒരു ടാങ്കിലൂടെ നമുക്ക് ലഭിക്കുന്നത്. താഴേക്ക് വന്നാൽ ഇവിടെയാണ് ബാറ്ററി പാക്ക് കൊടുത്തേക്കുന്നത്. ക്രാഷ് ഗാർഡ് അതിൻ്റെ സൈഡിലായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി പാക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാറ്ററി പാക്കാണ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും സുജിത്ത് നമുക്ക് ഷെയർ ചെയ്താണ്. ഫുട്രസ്റ്റ് കാര്യങ്ങളെല്ലാം സെയിം നമുക്ക് വണ്ടിയിൽ കൊടുക്കേണ്ട രീതിയിൽ തന്നെ അവർ പക്കയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഷാർപ്പനിങ് ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിലൊക്കെ കൊടുത്തേക്കുന്നത്. സ്പ്ലിറ്റ് സീറ്റാണ്, എന്നാൽ അത്രയ്ക്ക് ഹൈറ്റും കാര്യങ്ങളൊന്നുമില്ല. സുഖമായിട്ട് നമുക്ക് വണ്ടി ഹാൻഡിൽ ചെയ്യാം. ഇപ്പോൾ എനിക്ക് തന്നെ 5.4 ഫീറ്റാണുള്ളത്. എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഈ വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കൂടെ ഒരാളിരുന്നാലും ഇപ്പോൾ നമ്മുടെ സ്പോർട്സ് വണ്ടിയായിട്ടുള്ള ഇവോക്കിനാണെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡ് ഇച്ചിരി പൊങ്ങിയാണ്, പക്ഷെ നമുക്ക് ഫാമിലീസിനെ കൊണ്ടുപോകാനായിട്ട് സുഖമായിട്ട് ഈ വണ്ടിയിൽ പോകാൻ പറ്റും. സോ അതിൻ്റെ ബാക്കിലേക്ക് വന്ന ഹബ് മോട്ടർ ഓൾറെഡി പറഞ്ഞതാണ്. ട്യൂബ്ലെസ് ടയറാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഒരു ഡിസ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടെയിൽ ലാമ്പ് LED ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. കൂടാതെ ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനിലാണ് വന്നിരിക്കുന്നത്. സാരി ഗാർഡും കാര്യങ്ങളും സ്റ്റോക്കായിട്ട് തന്നെ വരുന്നുണ്ട്. ഡബിൾ സ്റ്റാൻഡ്, സിംഗിൾ സ്റ്റാൻഡ് ഇതെല്ലാം സ്റ്റോക്കാണ്. മിററൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള മിറർ തന്നെ കൊടുത്തേക്കുന്നത്. ഓവറോൾ ഈ വണ്ടി നല്ല ലുക്കുമാണ്. അതുകൂടാതെ എല്ലാ ഫീച്ചേഴ്സും ലോഡറാണ്. കൂടാതെ നമുക്ക് വേണ്ടത് മൈലേജ് ആണ്. 125 മൈലേജ് ഡീസൻ്റ് ആയിട്ടുള്ള മൈലേജ് ആണ്. ഈ ഒരു പ്രൈസിൽ എല്ലാ വണ്ടികളും കൊടുക്കുന്ന ഒരു മൈലേജ് തന്നെയാണ് ഈ ഒരു വണ്ടിയും കൊടുത്തേക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഷോറൂമിൽ വന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാം. അതിനുള്ള ഫുൾ സപ്പോർട്ടും ഒഡീസിയുടെ ഈ ഷോറൂമിൽ നിന്ന് ഇവിടെ ചെയ്തു തരുന്നതാണ്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു നേക്കഡ് സെഗ്മെൻറ്റും കൂടി ഒഡീസി കൊണ്ടുവന്നേക്കാണ്. ഒഡീസി വേഡർ എന്നാണ് ഈ ഒരു മോഡലിൻ്റെ പേര്. ഭയങ്കര ഹൈറ്റ് ഉള്ളതൊന്നുമല്ല. ഇവരുടെ ഒരു സ്പോർട്ടിൽ മോഡലുള്ള ഒരു വണ്ടി നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഒഡീസിയുടെ ഇവോക്ക് എന്നുള്ളത്. ടീനേജ് ആ ഒരു ഏജിലുള്ളവർക്കൊക്കെ പറ്റുന്നതാണ്. ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ടീനേജോ അങ്ങനെ ഒരു ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്. വണ്ടി നമുക്ക് ഒരു പൾസറിൻ്റെയും അല്ലെങ്കിൽ ഒരു ഷൈൻ്റെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ്. ശരിക്കും ആ ഒരു സ്റ്റൈലൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് അങ്ങനെ തോന്നുള്ളൂ ഫസ്റ്റ് ലുക്കിൽ തന്നെ. ഇത് കംപ്ലീറ്റ്ലി ഒരു EV ആണ്. EVയുടെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സേഫ്റ്റിക്ക് സേഫ്റ്റി, അതുകൂടാതെ തന്നെ ലഗേജ് സ്പേസ്, അതുകൂടാതെ ഡിസ്പ്ലേ ആണെങ്കിൽ ഒരു TFT ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഡുവൽ ഷോക്കാണ് കൊടുത്തേക്കുന്നത്. ഹബ് മോട്ടർ, ഡിസ്ക്, ബാറ്ററി ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു വലിയ പാക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. സോ സുജിത്ത്, നമുക്കപ്പോൾ വണ്ടിയുടെ സ്പെക്കും കാര്യങ്ങളെല്ലാം നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ട് വണ്ടിയുടെ ഓവറോൾ എല്ലാ ഡീറ്റെയിൽസും സുജിത്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാറണ്ടി, കൂടാതെ സർവീസ് എങ്ങനെയാണ്, പിന്നെ ഇതിന് ഓൺ റോഡ് പ്രൈസ്. ഫസ്റ്റ് നമുക്ക് അതിൻ്റെ സർവീസ് എങ്ങനെയാണെന്നൊന്ന് പറയാം. സർവീസ് നമുക്ക് 3 ഫ്രീ സർവീസാണ് നമുക്ക് വരുന്നത്. നമുക്ക് 2000, 10,000, 20,000 ആണ് വരുന്നത്. ഫസ്റ്റ് സർവീസ് എന്ന് വെച്ചാൽ 2000 അല്ലെങ്കിൽ ഒരു 1 മന്ത് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നത്തെ ഓരോ 6 മാസം ഇടവിട്ടാണ് നമുക്ക് സർവീസ് വരുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യണത് കാര്യങ്ങൾ? ജനറൽ ചെക്കപ്പ് ആണോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെയാണ്, മോട്ടർ അത് സംബന്ധിച്ച് കാര്യങ്ങളൊക്കെയാണ് ചെക്ക് ചെയ്യണത്. റൈഡ് ഓടിച്ചൊക്കെ നോക്കിയിട്ടാണ് നമുക്കത് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണത്. അപ്പോൾ അതിനൊരു പേയ്മെന്റ് ഉണ്ടോ അല്ലെങ്കിൽ അത് ഫ്രീ സർവീസ് ആണ്? ഈ ആദ്യത്തെ 3 സർവീസ് ആണ്. നമുക്ക് എന്തെങ്കിലും സ്പെയർ മാറുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പ്രത്യേക പെയ്ഡ് വരും. ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് മാറേണ്ടി വരുന്നത് ബ്രേക്ക് പാഡ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മാറേണ്ടി വരുന്നത്. നമ്മുടെ ഇവിടുത്തെ സർവീസ് സെന്ററും ഈ ഒരു ഷോറൂമിനോട് അടുത്ത് തന്നെയാണോ അല്ലെങ്കിൽ ഇതിനോട് അടുത്ത് തന്നെയാണ് വരുന്നത്? നമുക്കിനിയിപ്പോൾ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓൺ റോഡ് പ്രൈസ് ആണ്. ഓൺ റോഡ് പ്രൈസ് എത്ര വരുന്നുണ്ട് ഈ ഒരു വണ്ടിക്ക്? നമുക്കിപ്പോൾ 1,78 ഇപ്പോൾ വരുന്നത്. EMI എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഷോറൂം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? അപ്പോൾ നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്ര അടക്കേണ്ടി വരും? 30,000 to 40,000 ആ റേഞ്ച് ആയിരിക്കും വരുന്നത് ഡൗൺ പേയ്മെന്റ് വരുന്നത്. അപ്പോൾ നമുക്കൊരു 30,000 അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വണ്ടി, ഒരു ഫാമിലി വണ്ടി, ഒരു ബൈക്ക്, EV ബൈക്ക് നോക്കുന്നവർക്കായിട്ട് ഈ ഒഡീസിയുടെ വേഡർ എന്നുള്ള ആ ഒരു മോഡൽ നോക്കാവുന്നതാണ്. അവരുടെ തന്നെ അത്യാവശ്യം നല്ല റീച്ച് ആയിട്ടുള്ള ഒരു ബൈക്ക് മോഡൽ സെഗ്മെന്റ് തന്നെയായിരുന്നു ഒഡീസിയുടെ ഇവോക്ക് എന്നുള്ള ഒരു സ്പോർട്ടി മോഡൽ. അതുകൂടാതെ ഇപ്പോൾ അവർ ഒരു ഫാമിലി ഓറിയൻറ്റഡ് എന്നൊക്കെ പറയാൻ പറ്റും. അതും എല്ലാവർക്കും ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന, മറ്റേതും എല്ലാവർക്കും കംഫർട്ടബിൾ ആണ്, പക്ഷേ അതൊരു സ്പോർട്ടി ലുക്കാണ്, സ്പോർട്ടി റൈഡ് മോഡാണ്, സ്പോർട്ടി റൈഡ് സ്റ്റൈലാണ്. ഇത് കുറച്ചും കൂടി കംഫർട്ടായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. സിറ്റി റൈഡിന് കൂടുതൽ പ്രിഫർ ചെയ്യുന്ന കുറേ പേരുണ്ടാവും. കുറേ എൻക്വയറിയും അതുപോലെ വന്നെന്ന് സുജിത്ത് തന്നെ പറയുന്നുണ്ട് ഈ വീഡിയോയിലൂടെ തന്നെ. സോ നമുക്ക് അങ്ങനെയുള്ളവർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ്. സോ ഇനി അറിയാനുള്ളത് നമുക്ക് ഇതിൻ്റെ വാറണ്ടിയും കാര്യങ്ങളാണ്. ഏതൊക്കെ പാർട്സിനാണ് ഇതിൻ്റെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്ക് വരുന്നത് ഒന്ന് ബാറ്ററിക്ക്, മോട്ടർ, കൺവെർട്ടർ, കൺട്രോളർ, മീറ്റർ, ഇതിനൊക്കെ നമുക്കൊരു 3 years റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ടാവും. ചാർജറിന് നമുക്ക് 1 year ആണ് വരുന്നത്.
അതായത് നമുക്കിപ്പോൾ മറ്റുള്ള വണ്ടിയിൽ എക്സ്റ്റൻഡ് വാറണ്ടി ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ പുതിയ വണ്ടി ആയതുകൊണ്ട് അതിൻ്റെ എക്സ്റ്റൻഡ് വാറണ്ടിയുടെ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ്റ്റൻഡ് വാറണ്ടി ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 5 years വരെ നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ടാവും. അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ടാവും അല്ലേ? ഇതിപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച് ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഈ ഒഡീസിയുടെ വേഡർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഫുൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, എക്സ്റ്റൻഡ് വാറണ്ടിയും കാര്യങ്ങളും. ബാക്കിയെല്ലാം ഓൾറെഡി അവർ സ്റ്റാർട്ടപ്പായി. ഇനി അതും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്റ്റൻഡ് ഒരു 2 year കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് അൺലിമിറ്റഡ് വാറണ്ടിയാണ് കൊടുക്കുന്നത്. കിലോമീറ്റേഴ്സ് ഇല്ല അതിന്, നമുക്ക് അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സാണ് അവർ പറയുന്നത്. മിക്ക വണ്ടികളും 30,000 കിലോമീറ്റർ അല്ലെങ്കിൽ 20,000 25,000 കിലോമീറ്റർ നോക്കുമ്പോൾ ഇവർ അത്രയും എന്താ പറയുക കോൺഫിഡൻസോടെ തന്നെ അൺലിമിറ്റഡ് കിലോമീറ്റർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ആ ഒരു വണ്ടിയുടെ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും അതിൻ്റെ ആ ഒരു ട്രസ്റ്റ് എത്രയുണ്ടെന്ന് നമുക്ക് അതിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. സോ സുജിത്ത് ഇത്രയും പറഞ്ഞു തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇത് കൂടാതെ ഞാൻ ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടായിരുന്നു 24/7 റോഡ് സൈഡ് അസിസ്റ്റൻറ്റ്. അതിൻ്റെ ഡീറ്റെയിൽസ് എക്സ്റ്റൻഡ് വാറണ്ടിയുടെ കൂടെ തന്നെ നമുക്ക് റോഡ് സൈഡ് അസിസ്റ്റൻറ്റും അതുകൂടാതെ ലേബർ കോസ്റ്റും ഫ്രീ ആയിരിക്കും 5 വർഷത്തേക്ക്. നമ്മളൊരു പാക്കേജ് ആയിട്ട് എടുക്കണം. എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് റോഡ് സൈഡ് അസിസ്റ്റൻറ്റും ലേബർ കോസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാവുന്നതാണ്, അത് ഓപ്ഷണലാണ്, നമുക്കത് ചൂസ് ചെയ്യാവുന്നതാണ്. ശരി, അത് കൂടാതെ ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ കുറേ എല്ലാ വണ്ടികളിലും ഓരോ ടാഗ് കിടക്കുന്നുണ്ട്, ഓണം ഓഫർ. അപ്പോൾ നമ്മുടെ ഈ വണ്ടിക്കും ഓണത്തിൻ്റെ എന്തെങ്കിലും ഓഫർ? പ്രൈസ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് ഡിസ്ക്ലോസ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം നമുക്കിപ്പോൾ ഓഫർ നിലയിലൊന്നും വന്നിട്ടില്ല. നമുക്ക് ഈ വോക്കിസ് ഇന്ന് ബൈക്കിന് മാത്രമേ നമുക്ക് ഓഫേഴ്സ് ഉള്ളൂ, ഒരു 3,000 വരെ. പക്ഷേ അത് നമുക്ക് സെപ്റ്റംബർ 15 ഉള്ളിൽ വരുന്ന കസ്റ്റമേഴ്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു പുതിയ മോഡലിന് ഇതുവരെ വന്നിട്ടില്ല അല്ലേ? ഓക്കെ, ഓൾറെഡി ഇവിടെ ഉള്ള മോഡൽസിനൊക്കെ ഓഫേഴ്സ് ഉണ്ട്. കൂടാതെ ഇനിയും റീസെൻ്റ്ലി ഇനി വരാം, ഫ്യൂച്ചറിൽ വരാം അല്ലേ? ബുക്കിംഗ് മാത്രമേ നമുക്ക് ഇതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ മാസം അവസാനത്തോട് ചിലപ്പോൾ ഡെലിവറി ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ശരി, ഓക്കെ. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഒഡീസി വേഡർ എന്നുള്ള ആ ഒരു മോഡലിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് അത് മാക്സിമം ഷെയർ ചെയ്യാൻ കൂടി നോക്കുക. നമ്മുടെ വീഡിയോസിന് കൂടുതൽ വ്യൂസ് ഉണ്ടെങ്കിലും സബ്സ്ക്രിപ്ഷൻ കുറച്ച് കുറവാണ്. സോ അതും നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഒഡീസിയുടെ ഈ ഷോറൂം ഞാൻ ഒന്നും കൂടി പറയുകയാണ്, ഇത് എടപ്പള്ളി പാലാരോട്ടം ബൈപ്പാസിൽ മെഡിക്കൽ സെൻ്ററിന് നേരെ ഓപ്പോസിറ്റ്, കൂടാതെ തൊട്ടടുത്ത് തന്നെ മാക്സിൻ്റെ പുതിയൊരു വലിയ ഷോറൂം കൂടി വന്നിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായിട്ടാണ്. കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് വിളിച്ച് അറിയാൻ പറ്റുന്നതാണ്. കൂടാതെ ടെസ്റ്റ് റൈഡിനുള്ള ഓപ്ഷൻസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കൂടെ ഇന്ന് വീഡിയോ ഹാൻഡിൽ ചെയ്തത് ദീപു ദിലീപാണ്. വി ആർ സൈനിങ് ഓഫ്. ബൈ ബൈ.